ഇന്നലെ നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിലെ ഏറ്റവും അതിനിർണായകമായൊരു ദിവസമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനിൽ വെച്ച് ഇറാൻ്റെയും യു എസിൻ്റെയും മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്താനുള്ള ചില നീക്കം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അതുപോലെ അസിമുനീറും ഒക്കെയാണ്. അസിമുനീർ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ്. എനിവേ ആ ഒരു കൂടിക്കാഴ്ച നടക്കാതിരിക്കുകയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ ഡി വാസനൊക്കെ വരാൻ താല്പര്യപ്പെട്ടിരുന്നു. ഏതായാലും ആ ഒരു ഇന്ന് ലോകം ഏറെ ആകാംക്ഷയോട് കൂടി നോക്കിക്കണ്ടിരുന്ന ആ ഒരു ചർച്ച അത് തല്ലിപ്പിരിഞ്ഞു അല്ലെങ്കിൽ അലസിപ്പിരിഞ്ഞു, അത് നടന്നില്ല എന്നുള്ള ന്യൂസുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ഗ്ലോബൽ പൊളിറ്റിക്സിലെ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നാറ്റോയുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകൾ ഈ ഒരു ചർച്ച നടക്കാത്തതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നാറ്റോയിലെ അംഗമായിട്ടുള്ള സ്പെയിൻ ഭരിക്കുന്നത് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പെഡ്രോ സാഞ്ചസ് ആണ്. അദ്ദേഹം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് ഇസ്രായേലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് രാജ്യങ്ങൾ പിന്തിരിയണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറൊക്കെ സ്പെയിനിൻ്റെ തുറമുഖം ഉപയോഗിക്കുന്നതും അതുപോലെ സ്പെയിനിൽ നിന്ന് ഫ്യൂവല് ഉപയോഗിക്കുന്നതുമൊക്കെ പെഡ്രോ സാഞ്ചസ് വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നാറ്റോ എന്ന് പറയുന്ന ഈ സഖ്യത്തിൽ കാര്യമായ വിള്ളലുകൾ റീസെൻ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. നേരത്തെ തന്നെ UK അതുപോലെ ഫ്രാൻസും ഈ ഒരു അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാനോ അമേരിക്കയെ സൈനികമായി സഹായിക്കാനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് സൈനികമായ നടപടിയിലൂടെ അത് മോചിപ്പിക്കാനോ അവർ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാറ്റോ എന്ന് പറയുന്ന ഈ ഒരു സൈനിക സഖ്യത്തിന് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള തരത്തിൽ ഒരുപാട് ആശങ്കകൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തുർക്കിയിലെ ചില ഭാഗത്തേക്ക് മിസൈലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഉർദുഗാനെ കാര്യമായി പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നാറ്റോയുടെ രൂപീകരണ കാലം മുതൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക അലയൻസ് ആയിരുന്ന തുർക്കിയിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടായത് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഉർദുഗാനെ കാര്യമായി ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവരും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഒരു സൈനിക സഖ്യം എന്നുള്ള നിലക്ക് മുന്നോട്ടുള്ള പോക്കിൽ അവരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ നാറ്റോ എന്ന് പറയുന്ന ഈ സൈനിക സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം ഏതെങ്കിലും രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അവരോട് സമ്പൂർണ്ണമായി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ രാജ്യത്തോട് യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു ക്ലോസ് ഇതിലുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അമേരിക്കക്ക് തന്നെ നാറ്റോയെ ഫണ്ട് ചെയ്യാനോ നാറ്റോയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനോ താല്പര്യമില്ല എന്നാണ് ട്രംപിൻ്റെ ഈ നടപടിയിലൂടെയൊക്കെ പ്രകടമാകുന്നത്. രണ്ടാമത് റീസെൻ്റായി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത UAEയുടെ ഭാഗത്തു നിന്നാണ്. UAEയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഫോറങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റ്, അദ്ദേഹം റീസെൻ്റായി നടത്തിയൊരു പ്രസ്താവന ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, കഴിഞ്ഞ യുദ്ധത്തിൽ US അതുപോലെ ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കാര്യമായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസൈലുകളും അതുപോലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡ്രോണുകളുമൊക്കെ UAEയുടെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ചിട്ടുണ്ട്. പല മിസൈലുകളും പല ഡ്രോണുകളും അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ മോചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അമേരിക്കയുടെ ബേസ് അനുവദിച്ചുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി നിലനിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. അമേരിക്കയെ നമ്മുടെ ഈ UAEയുടെ ഭാഗത്തു നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് ഇറാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാൻ പ്രധാനമായിട്ട് UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെയൊക്കെ അമേരിക്കയുടെ ബേസ് ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ ബേസ് കൊണ്ട് അവർക്ക് സുരക്ഷിതത്വ ബോധം കിട്ടുന്നതിന് പകരം അവർക്കൊരു അരക്ഷിതാവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ഭാവിയിൽ സമീപഭാവിയിൽ നിന്ന് അമേരിക്കയുടെ ബേസുകളൊക്കെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തണം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം നേതൃത്വത്തോട് അവിടെയുള്ള ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് ആൾമോസ്റ്റ് ക്ലോസ് ആയി തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇറാൻ ഇപ്പോഴും അത് സമ്പൂർണ്ണമായിട്ട് തുറക്കാനോ സമ്പൂർണ്ണമായിട്ട്
അതുമായി ബന്ധപ്പെട്ട് കപ്പലുകൾക്ക് സുഖമായി സഞ്ചരിക്കാനുള്ള പെർമിഷൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്ന് കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തുറന്നു കൊടുത്ത ഉടനെ തന്നെ പല കപ്പലുകളും സഞ്ചരിക്കുകയും ആ സമയത്ത് ചില ഇന്ത്യൻ കപ്പലുകൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് മുറിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് IRGC പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ട് അവരതിൽ കുടുങ്ങുകയും IRGCയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് IRGC ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറന്നു കൊടുത്തിട്ടും ഇറാൻ്റെ കപ്പലുകളും ഇറാൻ്റെ പോർട്ടിലേക്ക് കടന്നു വരുന്ന കപ്പലുകളും അത് തടയുന്ന ഒരു നാവൽ ബ്ലോക്കേഡ് ഇപ്പോഴും ഈ പേർഷ്യൻ ഗൾഫിൽ അമേരിക്ക നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നവരെ ഞങ്ങൾ ഈ നാവൽ ബ്ലോക്കേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ആയിട്ട് തന്നെ കടക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന്, റീസെൻ്റായി ഈ സെൻറ്റോസ്, ഇറാൻ്റെ മീഡിയ ആയിട്ടുള്ള സെൻറ്റോസ് റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ മീഡിയ ആയിട്ടുള്ള സെൻറ്റോസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാൻ്റെ തുറമുഖത്തേക്ക് വന്നിട്ടുള്ള ഒരു കപ്പൽ, ഇറാൻ്റെ ഫ്ലാഗിലൊരു കപ്പൽ, ടൗസ്ക എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ആ കപ്പൽ അമേരിക്കയുടെ സൈനിക നേതൃത്വം നാവൽ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ട് പോയി തുടങ്ങിയ ന്യൂസുകളൊക്കെ ട്രംപ് തന്നെ അനൗൺസ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായിട്ടാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഏപ്രിൽ മാസം അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും നമ്മളൊരു കൃഷി ചെയ്യുന്നൊരു കാലഘട്ടം തുടങ്ങുകയാണ്. മൺസൂണിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിലേക്ക് ആരംഭിക്കും. അപ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെർട്ടിലൈസർ. അതിൽ പ്രധാനപ്പെട്ട ഈ ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയി വേണ്ട ഒന്നാണ് അമോണിയ. ഈ അമോണിയൻ കോമ്പൗണ്ടൊക്കെ കാര്യമായിട്ട് കിട്ടുന്ന ഈ ക്രൂഡ് ഓയിൽ വഴി, അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഈ നാവൽ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യത്തിന് അത്രയും അമോണിയ സ്റ്റോറേജ് ഒന്നും ആൾറെഡി ഫെസിലിറ്റി നമ്മുടെ രാജ്യത്തില്ല. അത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മുടെ അഗ്രികൾച്ചറിനെയൊക്കെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണകൂടം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലുകൾ സുഖമായി സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ഇടപെടലുകളും നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള വ്യാപകമായ വിമർശനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും വിശ്വഗുരുവാണെന്നും 56 ഇഞ്ച് നട്ടലുള്ള ഭരണാധികാരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴും ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെടാനോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇപ്പോൾ ഗോളടിക്കുന്നത് മുഴുവനും പാകിസ്ഥാനാണ്. നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനാണ് അന്താരാഷ്ട്ര ഫോറം കംപ്ലീറ്റ് ഗോളടിക്കുന്നത്. ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത്, ചൈനയോട് സംസാരിക്കുന്നത്, ഖത്തറിനോട് സംസാരിക്കുന്നത്, തുർക്കിയോട് സംസാരിച്ചുകൊണ്ട് ഇറാനോട് സംസാരിക്കുന്നു, അതുപോലെ അമേരിക്കയോട് സംസാരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളോടും ഒരേപോലെ ഡിപ്ലോമാറ്റിക്കലി ഇടപെടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുകയും നമ്മുടെ രാജ്യം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും വലിയ സങ്കീർണതയാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലെബനാനിൽ വെടിനിർത്തൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്നും ആക്രമണം തിരിച്ചും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ലെബനാൻ്റെ ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. പല ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സിവിലിയൻസ് ലെബനാൻ്റെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, 2020 ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വീണ്ടും ഗസയിലെ ബോംബിംഗ് നടത്തിയ സമയത്ത് മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട പോലെ തന്നെ പല അറബ് രാജ്യങ്ങളും ഈ കാര്യങ്ങളിലൊക്കെ ഈ ഒരു വെടിനിർത്തൽ സമ്പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെന്ന് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊറോക്കോയിൽ 2020 ശേഷം മൊറോക്കൻ പാർലമെൻറ്റ് ഇസ്രായേലിനോട് ഒരു നോർമലൈസേഷൻ, എല്ലാ ഇടപാടുകളും ഒരു നോർമലൈസേഷൻ കൊണ്ടുവരികയും അംബാസഡർമാർ പരസ്പരം അയക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ സുഗമമാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വീണ്ടും ഭരണകൂടത്തിൻ്റെ നടപടിയെ എതിർത്തുകൊണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ലോകത്ത് സംജാതമായിരിക്കുകയാണ്. എനിവേ, നമ്മുടെ രാജ്യവും നമ്മുടെ നിലനിൽപ്പും ഒക്കെ കാര്യമായിട്ട് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ സോൾവ് ആകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു.